അതായത് വെക്റ്റർ ആർ എന്നുള്ള വെക്റ്റർ എന്ന് പറയുന്നത് xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇത് എല്ലാ തേർഡ് മോഡ്യൂളും ചോദിക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു മോഡ്യൂളും ചോദിക്കുന്നതാണ്. ഇവിടെ ഡെൽ സ്ക്വയർ ആണ് ചോദിക്കുക, അവിടെ ഡെൽ മാത്രമാണ് ചോദിക്കുക. അപ്പോൾ ആർ എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ടാവും. xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്, സ്റ്റാൻഡേർഡ് വെക്റ്റർ ആണ്. അപ്പോൾ ആറിൻ്റെ മോഡുലസ് ഇല്ലേ, മോഡുലസ് ഓഫ് വെക്റ്റർ ആറിനെ വെറും ആർ എന്ന് വിളിക്കും. വെറും ആർ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ വെറും ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ ആർ ബൈ ഡോ എക്സ് ചെയ്താൽ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ആൻസർ എക്സ് ബൈ ആർ എന്നാണ്. ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ ആൻസർ എത്രയാണ്? എക്സ് ബൈ ആർ ആണ്. അതുപോലെ ഡോ ആർ ബൈ ഡോ വൈ, ആറിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്, വൈ ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ ഇസഡ്, ആറിനെ വിത്ത് റെസ്പെക്ട് ഇസഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ന് കിട്ടും ഇസഡ് ബൈ ആർ എന്ന് കിട്ടും കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്യണേ, പെട്ടെന്ന് എഴുതട്ടെ. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് ഈ 5ാമത്തെ മോഡ്യൂൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെൽ സ്ക്വയർ കാണാൻ ചോദിക്കും. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെൽ സ്ക്വയർ എന്ന് വിളിക്കുക കേട്ടോ. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ ആണേടാ. ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് del square r raised to n equal to n into n plus 1 into r raised to n minus 2. Prove that del square r raised to n by heart ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. Prove that del square r raised to n എന്ന് പറഞ്ഞാൽ n into n plus 1 into r raised to n minus 2. എക്സാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെൽ സ്ക്വയറിൻ്റെ റിസൾട്ട് എഴുതുന്നത് വി നോ ദാറ്റ് LHS ഈക്വൽ സ്റ്റാർട്ട് ചെയ്യാണ്. LHS ഈക്വൽ ടു ഡെൽ സ്ക്വയർ ആർ റേസ് ടു n. അപ്പോൾ ഇതിൽ RHS എത്തിക്കണം കേട്ടോ. LHS തുടങ്ങിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കിട്ടിയില്ലെങ്കിലും RHS എഴുതാണ്. ഡെൽ സ്ക്വയറിന് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു ഈക്വൽ ടു, നമുക്ക് ഓരോന്നിനും കൊടുക്കുകയാണ്. അപ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു n പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് ആർ റേസ് ടു n പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു n. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഓരോ ആർ റേസ് ടു n-നെ എക്സിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇസഡിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് സിമിലർലി ബാക്കിയുള്ള എഴുതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം കൺസിഡർ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റേസ് ടു n. ആർ റേസ് ടു n-നെ ഒരിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആർ റേസ് ടു n-ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം n ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ആണോ? ആർ റേസ് ടു n-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു എന്ത് എഴുതണം? ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എന്ത് എഴുതണം? ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് എഴുതണം. ആറിനെ എപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും എന്ത് ചെയ്യണം? ആറിനെ എപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് കൊടുക്കണം. അപ്പോൾ ഈക്വൽ എന്ത് വരിക? n ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് നമ്മൾ നേരത്തെ എഴുതിച്ചു. എന്താണ് ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ ആൻസർ? എക്സ് ബൈ ആർ. ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ ആൻസർ എത്രയാണ്? എക്സ് ബൈ ആർ. ഈ 6 മുകളിലത്തെ n മൈനസ് 1 തമ്മിൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഈ 6 മുകളിലേക്ക് പോലെ ചെയ്യുക ആണോ? ഈ 6 മുകളിലേക്ക് പോകുമ്പോൾ n ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. മനസ്സിലായോ? 6 മുകളിലോട്ട് പോകുമ്പോൾ ആർ റേസ് ടു n മൈനസ് 1 മൈനസ് 1 എന്നാണ് വരിക. അപ്പോൾ ആർ റേസ് ടു n മൈനസ് 2 എന്നായി മാറും. ഓക്കെ ആണടാ. അങ്ങനെ മനസ്സിലായോ? അതിന് ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ, ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് എക്സ്. ഇതിനെ ഒരിക്കൽ കൂടി വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ സ്ക്വയർ ബൈ നമുക്ക് ആൻസർ കിട്ടി. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു n ഈക്വൽ ടു, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട് അല്ലേ?
n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു എന്ന ഫംഗ്ഷൻ ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം നമ്മൾ. n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നുണ്ടല്ലോ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഇൻറ്റു n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടുൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എഴുതാം ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? n ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 3 എന്ന് വരും. ആറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ ഉടനെ തന്നെ മാർക്ക് ചെയ്യരുത്. ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എവിടെ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും എന്ത് എഴുതണം? ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എഴുതണം. എവിടെ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എഴുതണം. അതൊന്ന് നീറ്റായിട്ട് എഴുതിയ ആൻസർ കിട്ടി. n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു പ്ലസ് എക്സ് ഇൻറ്റു n ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 3 ഇൻറ്റു എക്സ് ബൈ ആർ. ഓക്കെ ആണോ? ഇതിൽ നേരത്തെ പോലെ ഈ ആറിനെ മുകളിലേക്ക് കൊണ്ടുപോകണം. ആറിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കുക, n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു, ഈ എക്സുമായി എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4 എന്ന് കിട്ടി. സിമിലർലി ബാക്കിയുള്ളത് എഴുതാണ്. സിമിലർലി ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ. എക്സ് കാണുന്ന സ്ഥലത്ത് വൈ ആക്കി മാത്രം മതി. n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4. അതുപോലെ ഡോ സ്ക്വയർ ബൈ ഡോ ഇസെഡ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ ആണ് ഈക്വൽ ടു n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു പ്ലസ് ഇസെഡ് സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, ഇസെഡ് സ്ക്വയർ. ഇത് മൂന്നും എന്ത് ചെയ്യണം? മൂന്നും കൂടി ആഡ് ചെയ്യണം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 കൊടുക്കുകയാണ്. ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇക്വേഷൻ 1 നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഡബിൾ സ്ക്വയർ ആർ റേസ് ടു എൻ ഈക്വൽ ടു എന്നാണ്. മൂന്നും കൂടി ആഡ് ചെയ്യാണ് ചെയ്യണം. ഇക്വേഷൻ 1 നോക്കുക, ഇതും 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 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതേ പ്ലസ് ഇത് വരും. അപ്പോൾ 3n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 വരും. ഇതും 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 തമ്മിൽ ആഡ് ചെയ്യുന്നു. വേണമെങ്കിൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഈ 3 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ ഇതേ പ്ലസ് ഇത് 3n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 വരും. പ്ലസ് അടുത്ത 3 നോക്കാം. 3 എണ്ണത്തിൽ ഇത്രയും ടേം കോമൺ ആണ്. അതായത് n ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4 എന്ന് പറഞ്ഞ ടേം കോമൺ ആണ് 3. ബാക്കി കോമൺ ഉള്ളാത്ത ആൾക്കാരൊക്കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. ഇതാണ് കോമൺ അല്ലാത്ത ആൾക്കാർ. അതായത് 3n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് n ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4 ഇൻറ്റു ആർ സ്ക്വയർ. നമ്മൾ നേരത്തെ എഴുതിച്ചു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ആർ സ്ക്വയറും മൈനസ് 4 തമ്മിൽ വെട്ടി ചെയ്യുമ്പോൾ അവിടെ മൈനസ് 2 എന്ന് കിട്ടും കേട്ടോ. ബാക്കി ഞാൻ എടുത്ത് എഴുതാണ് ഈക്വൽ ടു 3n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് n ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2. അതിൽ ശ്രദ്ധിക്കുക, ആർ റേസ് ടു എൻ മൈനസ് 2 എന്നും കോമൺ ആണ്. അപ്പോൾ n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3ഉം അവിടെ n മൈനസ് 2. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഇവിടെ 1ഉം പ്ലസ് n. അതായത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച ക്വസ്റ്റനാണ്, എക്സാമിന് എഴുതുക. ഓക്കെ, ഇതേപോലെ ഒരു റിസൾട്ട് കൂടി ഉണ്ട്. ഓക്കെ, ഇതുപോലെ ചോദിക്കുന്ന വേറെ റിസൾട്ടാണ്. രണ്ടാമത്തെ റിസൾട്ടാണ് പ്രൂവ് ദാറ്റ് del square f of r equal to 2/r f dash r plus f double dash of r എന്ന് ചോദിക്കും. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് del square f of r equal to നേരത്തെ പറഞ്ഞ പോലെ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ്
ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ആർ, ഓക്കെ, ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ. സമയം പോയത് അറിഞ്ഞില്ലല്ലേ, ഒരുപാട് സമയം പോയി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. ഇനി എന്ത് ചെയ്യുന്നു, കൺസിഡർ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് ആർ. എഫ് ഓഫ് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പം എന്താ വരിക അറിയില്ലല്ലോ നമുക്ക്, എഫ് ഓഫ് ആറിൻ്റെ ഡെറിവേറ്റീവ് അറിയില്ല. അപ്പോൾ എഫ് ഡാഷ് ആർ എന്ന് അറിയാനേ പറ്റുള്ളൂ. എഫ് ഡാഷ് ആർ ഇൻറ്റു ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് എഴുതണം, ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എഴുതണം. അതായത് എഫ് ഡാഷ് ആർ ഇൻറ്റു എന്താണ് ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ ആൻസർ എക്സ് ബൈ ആർ. അതൊന്ന് നീറ്റായിട്ട് എഴുതാണ്, ഈക്വൽ ടു എഫ് ഡാഷ് ആർ ഇൻറ്റു 1/r ഇൻറ്റു എക്സ്. 3 പ്രോഡക്റ്റ് ആയിട്ട് എഴുതാണ്. കാരണം ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഡാഷ് ആർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, 1/r എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് റൂളാണ് എഴുതേണ്ടത്. ഓക്കെ, താഴെ എഴുതാണ് ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചാൽ മതി, എക്സിൻ്റെ കണ്ടുപിടിച്ചാൽ മതി, പിന്നെ ബാക്കിയൊക്കെ സിമിലർലി എഴുതാണ് കേട്ടോ. ഓക്കെ, എക്സിൻ്റെ കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ സിമിലർലി എഴുതാണ്. എഴുതണം എഴുതാണ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ. അപ്പോൾ ഇതിന് പ്രോഡക്റ്റ് റൂളാണ്. ആദ്യത്തെ 2 ഇൻറ്റു മൂന്നാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് അടുത്ത 2 ഇൻറ്റു അടുത്തതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് അവസാനത്തെ 2 ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ്. ഇതാണ് റൂള്, മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് 2 എടുത്തുള്ളൂ. അതായത് എഫ് ഡാഷ് ആർ ഇൻറ്റു 1/r എടുത്തു. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് അടുത്ത എഫ് ഡാഷ് ആറും എക്സും നിർത്തി. ഇനി 1/rൻ്റെ ഡെറിവേറ്റീവ്, 1/rൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/r സ്ക്വയർ എന്നാണ്. ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് എഴുതണം, ഡോ ആർ ബൈ ഡോ എക്സ് എഴുതണം. പ്ലസ് അടുത്തത് 1/rനെയും എക്സിനെയും അവിടെ നിർത്തി. ഇനി എഫ് ഡാഷ് ആറിൻ്റെ ഡെറിവേറ്റീവ്, എഫ് ഡാഷ് ആറിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ആർ ആണ്. ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എഴുതണം. ഈക്വൽ ടു ഒന്ന് നീറ്റായിട്ട് എഴുതാണ് എഫ് ഡാഷ് ആർ ഇൻറ്റു 1/r. കഴിഞ്ഞു. ഇവിടെ മൈനസ് ഉണ്ട്, അതങ്ങോട്ട് കൊടുക്കട്ടെ. പ്ലസ് എഫ് ഡാഷ് ആർ ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് 1/r സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് 1/r ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ആർ ഇൻറ്റു എക്സ് ബൈ ആർ. ഓക്കെ, അതൊന്ന് നീറ്റായിട്ട് എഴുതാണേ. ഈക്വൽ ടു അത് ഞാൻ 1/rനെ ഫ്രണ്ടിലിട്ട് 1/r ഇൻറ്റു എഫ് ഡാഷ് ആർ. ഓക്കെ, ഇവിടെ മൈനസ് 1/r ക്യൂബ് ഉണ്ട്, മൈനസ് എക്സ് ഇൻറ്റു എക്സ് ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ആർ. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ആർ ക്യൂബ് ആർ സ്ക്വയറിൻ്റെ ആർ ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ആർ. ഇക്വേഷൻ നമ്പർ 2. സിമിലർലി ബാക്കിയെല്ലാം സിമിലർലി ആണ്. ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ. എഫ് ഓഫ് ആറിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എക്സ് കാണുന്നിടത്ത് എന്ത് ചെയ്താൽ മതി, എക്സ് കാണുന്ന സ്ഥലത്ത് വൈ ആക്കിയാൽ മതി. 1/r ഇൻറ്റു എഫ് ഡാഷ് ആർ മൈനസ് വൈ സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ. ഇക്വേഷൻ നമ്പർ 3. അതുപോലെ ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് ആർ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ 1/rൻ്റെ എഫ് ഡാഷ് ആർ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ. ഇക്വേഷൻ നമ്പർ 4. നേരത്തെ ചെയ്തതുപോലെ ഇത് 3 കൂടി കൂട്ടാണേ, മനസ്സിലായോ? അതിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇത് 3 കൂടി ആഡ് ചെയ്യാണ്. പ്രൂഫ് കഴിഞ്ഞ് ഏകദേശം 3 കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് 2 സെയിം അല്ലേ?
മൂന്നും സെയിം ആണ്. ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡെൽ സ്ക്വയർ എഫ് ഓഫ് ആർ ഈക്വൽ ടു ഇതേ പ്ലസ് ഇത് മൂന്നും സെയിം ആയതുകൊണ്ട് 3/r എഫ് ഡാഷ് ആർ. ഓക്കെ ആണോ? 1/r എഫ് ഡാഷ് ആർ 1/r എഫ് ഡാഷ് ആർ 1/r എഫ് ഡാഷ് ആർ. അപ്പോൾ എന്തായാലും നമുക്ക് 3/r എഫ് ഡാഷ് ആർ. അടുത്ത് നോക്കുക, ഇതിനും കോമൺ ആണ്. ആരാണ് കോമൺ? എല്ലാം കോമൺ ആണ്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ വന്നിട്ടാണ്. ഞാനിങ്ങനെ എഴുതുന്നുണ്ട് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് അടുത്തത് ഇതേപോലെ തന്നെയാണ്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും സെഡ് സ്ക്വയറും വന്നിട്ടാണ്. ഇവിടെ സെഡ് സ്ക്വയർ തെറ്റിപ്പോയി. അവിടെ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ആർ. മൂന്നും കൂടി കൂട്ടുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഏതാ എവിടെ? വൈ സ്ക്വയറിന്റെ സ്ഥാനത്തോട് സെഡ് സ്ക്വയർ ആയിരുന്നു. തെറ്റി മാറ്റിയത്. ഇനി ഇതും കൂടിയിട്ട് നോക്കുക കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എത്രയാണ്? അതിൻ്റെ വാല്യൂ ആർ സ്ക്വയർ എന്നാണ്. അതവിടെ കൊടുക്കുക. ഈക്വൽ ടു ഇവിടെ കൊടുക്കുമ്പോൾ 3/r ഇൻറ്റു എഫ് ഡാഷ് ആർ മൈനസ് ആർ സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ. ഇതൊന്ന് വെട്ടി ഇതിൽ ആർ സ്ക്വയർ ആർ ക്യൂബും വെട്ടി ബാക്കി വരുന്നത് 3/r ഇൻറ്റു എഫ് ഡാഷ് ആർ മൈനസ് 1/r ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ. 3/r എഫ് ഡാഷ് ആറിൽ നിന്ന് 1/r എഫ് ഡാഷ് ആർ കുറയ്ക്കുമ്പോൾ 2/r ഇൻറ്റു എഫ് ഡാഷ് ആർ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആർ. ഇതാണ് ലാസ്റ്റ് ആൻസർ കേട്ടോ. എക്സാം ചോദിച്ചിട്ടുണ്ട്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും കൂടി പഠിക്കുക. ബാക്കി നാളെ എടുക്കണം.